അങ്ങനെ രാത്രിയിൽ നല്ല കാറ്റും മഴയൊക്കെ കഴിഞ്ഞ് ഏകദേശം രാവിലെ ഇപ്പോൾ 6 മണിയായി. പക്ഷേ ലൈറ്റൊന്നും വന്നിട്ടില്ല കാര്യമായിട്ട്. രാത്രി കിടന്നുറങ്ങിയ ടെൻറ്റുകളാണ്. സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. കാലാവസ്ഥ അനുകൂലമല്ല, മഴയുണ്ട്, കാറ്റുണ്ട്. രാത്രിയിലും നല്ല മഴയായിരുന്നു. പിന്നെ ഡാമിൽ വെള്ളം നന്നായിട്ട് കയറി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആനിമൽ സൈറ്റിങ്സ് വളരെ കുറവാണ്. ഇപ്പോൾ രാവിലത്തെ ട്രെക്കിംഗ് ആക്ച്വലി 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. മഴ കാരണം ഡിലേ ആയി. ഇപ്പോൾ 10 മണിയായി. മഴ പെയ്ത് കഴിഞ്ഞ് കാടിൻ്റെ ഉള്ളിൽ നിന്ന് മഞ്ഞ് പൊങ്ങുന്ന കാഴ്ച കണ്ടു. നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളുള്ള മരങ്ങളുടെ ഇടയിലൂടെ രാവിലെ തന്നെ തണുപ്പിൽ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ക്യാമ്പിലിരുന്ന് കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. കുയിലോ? നമുക്കിവിടെ നിന്ന് മീൻ പിടിക്കുന്നവരുടെ മീൻ മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മീൻ മേടിച്ചു കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് തരും. വലിയ കുയില, ഫ്രഷ്. ഈ സാധനമാണോ ഇവിടെ കൂടുതലുള്ളത്? കുയിലാണോ? വേറെ എന്നാ ഉള്ള? പിന്നെ ഗോൾഡ് ഫിഷ്. മഴയൊക്കെയാണ്. അപ്പോൾ മഴയൊക്കെ കൂടി മീൻ മേടിച്ച് പൊരിച്ചുകൊണ്ടടിക്കാം. ലൈവ് ഫിഷ്. ക്യാമറ മേടിച്ചതിന്റെ ചെലവായിട്ട് മീൻ സ്പോൺസർ ചെയ്യുന്ന നിതിന്. തന്നെയല്ല, ഇങ്ങോട്ട് ഇന്നലെ ചിക്കനും സ്പോൺസർ ചെയ്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ചൂട് പൂരിയും ചൂട് ഗ്രീൻ പീസ് കറിയും. ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പോൾ ലേക്കിൻ്റെ സൈഡിലെ ചതുപ്പിൽ 2 കാട്ടുപോത്ത് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടുപോത്ത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാട്ടുപന്നിയെ കൂടെ കണ്ടു. വെള്ളം കയറി കിടക്കുന്ന ചതുപ്പിലൂടെ നടന്ന് ചെറിയ ജീവികളെയൊക്കെ കിട്ടുമെന്ന് തപ്പി നടക്കുകയാണ്. കാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, മൃഗങ്ങൾ വളരെ പെട്ടെന്നാണ് മനുഷ്യൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. അത് കാഴ്ചയിലും മണത്തിലും ഒക്കെ കൂടി തന്നെയാണ്. കാട്ടുപോത്തും കുറച്ചു നേരം നമ്മളെ നോക്കി നല്ല അലർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ആ കാട്ടുപന്നിയില്ലേ, അവനവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളും വലുതും ഒക്കെ ആയിട്ട് എല്ലാവരും വന്ന് ചതുപ്പിൽ വെള്ളത്തിലിറങ്ങി ഇളക്കി മറിച്ച് കിട്ടുന്ന എന്തൊക്കെയോ അതെല്ലാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ തന്നെ ചെറിയ പുൽച്ചാടിയൊക്കെ ഭക്ഷിക്കാനായിട്ട് 2-3 കൊക്കുകളും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കയറി. അവിടെ അച്ചങ്ങാടത്തിൽ നോബിൾ സാറും കോശിച്ചാനും കൂടെ കയറിയിട്ടുണ്ട്. ഈ ചേട്ടൻ നമ്മുടെ നാവികൻ. ചേട്ടൻ്റെ പേരെന്ന് പറയൂ? എൻ്റെ പേര് സൂര്യ. നാട് ഇവിടെ തന്നെ, കുമളി. യെസ്, ചേട്ടനാണ് നമ്മുടെ സാരഥി മാത്രമല്ല കേട്ടോ, നമുക്ക് ഇവര് തന്നെയാണ് ഇവിടെ എല്ലാ പരിപാടിയും. വിറകെടുക്കുന്നതും നമുക്ക് കുക്ക് ചെയ്യുന്നതും ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നതും എല്ലാം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന വനം വകുപ്പിലെ ജീവനക്കാരെന്ന് പറയാം. ചെറിയ ചങ്ങാടത്തിൽ കോശിച്ചാനും BFO നോബിൾ സാറും കൂടെ കയറി തുഴയുന്നുണ്ടോ. അവിടെ നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ. ഇതാ ചെങ്ങാടം കരക്കടുപ്പിച്ചു. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇന്നത്തെ ട്രക്കിങ് കവളപ്പാറ എന്ന് പറഞ്ഞൊരു മലയുടെ മേളിലേക്കാണ്. അവിടെ കയറി കഴിയുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു ആകാശ ദൃശ്യം. നമ്മളുടെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ ഓടിപ്പോകുന്നുണ്ടോ. വലുതും ചെറുതുമായിട്ടൊരു 10-40 എണ്ണമെങ്കിലും ഉണ്ട്. പല അമ്മമാരുടെ കുട്ടികളായിരിക്കും ഇത്, പല വലിപ്പത്തിലുള്ള ചെറിയ കുട്ടികൾ. മരത്തിൻ്റെ മുകളിലുള്ള കാട്ടുതേനിൻ്റെ അട കണ്ടോ. കൂടുപേക്ഷിച്ച് പോയ തേനീച്ചകളുടെ തേൻകൂടാണിത്. ഇങ്ങനെയാണ് കാട്ടുപന്നി മണ്ണിളക്കുന്നത് കേട്ടോ. അവൻ കൊമ്പും കൊണ്ട് മുഖത്തിൻ്റെ മുൻവശം കൊണ്ട് മണ്ണ് കുത്തി ഇളക്കി അതിലുള്ള മണ്ണിരെയും ചെറിയ ജീവികളെയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറക്കുന്ന പുൽച്ചാടികളെയൊക്കെ തിന്നാനായിട്ട് കൊക്ക് എപ്പോഴും കൂടെ ഉണ്ട്. കുറച്ച് അകലെയായിട്ട് നിന്ന് പുല്ല് തിന്നുന്നൊരു കാട്ടുപോത്തും കൂട്ടം. നമ്മളെ കണ്ടതും അവരെല്ലാവരും അലർട്ടായി. ശരിക്കും നമ്മളെ നോക്കി നിൽക്കുന്ന കേട്ടോ.
കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞ് അവരും എല്ലാം കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോയി. വാലെ വാലെ എല്ലാവരും. ഇതാണ് നോബിൾ സാറ്, BFO. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്നതിന് മുന്നേ സാറ് ഫോട്ടോഗ്രാഫറായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെയാണ് ഞങ്ങളെ ട്രെക്കിങ്ങിന് കൊണ്ടുപോകുന്നത്. സാറ് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ എല്ലാ സ്റ്റാഫും വളരെ കോപ്പറേറ്റീവാണ്. മ്ലാവിൻ്റെ ഒരു ചെറിയ കൂട്ടമാണ് കേട്ടോ. പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് അവരും. ഒരു ചെറിയ കുട്ടിയുണ്ട്. കുട്ടി വരുന്നുണ്ടേ. ദേ പോണു കുട്ടി. ഇത് മുഴുവൻ കാട്ടുപന്നി കുത്തിമറിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. നടന്നു വരുന്ന വഴിക്ക് ഒരു കാട്ടുപോത്തിൻ്റെ കൂട്ടം ഫ്രണ്ടിൽ നിന്ന് ഓടിപ്പോയി. കാണാൻ പറ്റിയില്ല, പക്ഷെ താഴത്തെ പുൽമേടിൽ അവരുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് നടന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊരിടത്ത് ചെറിയൊരു റെസ്റ്റ്. ബിബിനെല്ലാവരും പരിചയപ്പെടുന്നത് തിരക്കിലാണ്. വീണ്ടും നടന്നു തുടങ്ങി. മഴ ശക്തിയായി. ക്യാമറയൊക്കെ പൊതിഞ്ഞ് സേഫാക്കി വെച്ചിട്ട് ഗോപ്രോയിൽ മാത്രം ഷൂട്ട് ചെയ്ത് മഴയും നനഞ്ഞ് നടക്കുകയാണ്. ഇതാ നമ്മുടെ മുന്നിൽ നിന്ന് ഓടിപ്പോയ കാട്ടുപോത്തിൻ്റെ കൂട്ടമാണ്. അവരും മഴയത്ത് പുല്ലൊക്കെ തിന്ന് നടക്കുന്നു. നമ്മളെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ ശ്രമിക്കുകയാണ്. കവളപ്പാറ മലയിലേക്കുള്ള കയറ്റം തുടങ്ങിയിട്ടുണ്ട്. ഈ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞ് തിരിച്ചിറങ്ങണം. ആനയുടെ കരച്ചിലാണ് കേട്ടത്. ഈ പുല്ലിൻ്റെ ഇടയിൽ എവിടെ ആനയുണ്ട്. ഇത്രയും ഹൈറ്റുള്ള പുല്ലായതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ആന വേറെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തെന്ന് മനസ്സിലായി. ആന രാത്രി കിടന്ന സ്ഥലമാണിത്. പുല്ല് മുഴുവൻ പകഞ്ഞു മാറ്റി അതിൻ്റെ ഉള്ളിലാണ് അവർ കിടക്കുന്നത്. രാത്രി ഒന്ന് ഇവിടെ കിടന്നാലേ മഴയുള്ളതുകൊണ്ട് മഴ നനയാതിരിക്കാൻ കരടി ചെയ്തു വെച്ചിരിക്കുന്ന പണിയുണ്ടെന്ന്. പുല്ലുകൊണ്ടൊരു കൂടുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ. മുകളിലെത്തി കഴിഞ്ഞപ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് നല്ലൊരു അനക്കം. ഒരു കാട്ടുപോത്തായിരുന്നു. നമ്മളുടെ സമീപം മനസ്സിലാക്കി അത് വേറെ ഡയറക്ഷനിലേക്ക് ഓടിപ്പോയി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പീഡ് ബോട്ടാണ്. റിസർവയറിൻ്റെ ഉള്ളിലൂടെ അവർ പല പല ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നതാണ്. ഈ ബോട്ട് വരുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഡയറക്ഷനിൽ നിന്നാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ മനോഹരമായൊരു കാഴ്ച കാണാം. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല. മുല്ലക്കുടിയുണ്ട്, താന്നിക്കുടിയുണ്ട്, മുകളിലോട്ട് പോകുന്നോറും അല്ലേ? മാപ്പാറയുണ്ട്. അങ്ങനെ ഈ ഓപ്പോസിറ്റ് കാണുന്ന കട്ടിക്കാടെല്ലാം ഇതിന്റെ കോർ ഏരിയസ് അല്ലേ? കണ്ടിട്ട് ചുമ്മാ പോയി കയറാൻ തോന്നുന്നു. ചെറുതായി മഴ തുടങ്ങിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. വന്ന വഴിയിലൂടെ അല്ല കേട്ടോ, വേറെ വഴിയിലൂടെയാണ് നമ്മളിനി തിരിച്ചു പോകുന്നത്. ടൈഗർ ട്രെയിലിൽ വന്നിട്ട് രണ്ടാമത്തെ പക്മാർക്കാണിത്. ഇതിൽ 2 കടുവകളുടെ പക്മാർക്കുണ്ട്, ഒരു വലുതിൻ്റെയും ചെറുതിൻ്റെയും. കാട്ടുപന്നിയുടെ കുഞ്ഞുങ്ങളെ ഇത്രയും അടുത്ത് കണ്ടിട്ടില്ല നേരത്തെ. ഈ കൂട്ടത്തിലുള്ള 2-3 തള്ളകളുടെ മക്കളായിരിക്കും ഇവർ. പല വലിപ്പത്തിലുള്ള കുഞ്ഞുങ്ങൾ. മഴ പെയ്ത് നല്ല ചെളിയായതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലെ യാത്ര ഭയങ്കര ദുർഘടം പിടിച്ചതാണ്. പോയോ എക്സ്ട്രാ ലെയർ
ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഡെക്കാത്ലോൺ വാട്ടർ പ്രൂഫ് ഹൈക്കിംഗ് ഷൂ. കന്യാസ്ത്രീക്കൊക്കെ പറക്കുന്നത് കണ്ടോ? ഇവരെ ഇവിടെ സ്ഥിരം കാണാറുണ്ട്. ബാർക്കിംഗ് ഡിയർ, കേഴമാൻ. പലയിടത്തു നിന്ന് ഇവരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ക്ലിയറായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. സാധാരണയായി 2 പേര് തന്നെയാണ് എപ്പോഴും ഒന്നിച്ച് നടക്കാറ്. ഒറ്റയ്ക്കും കാണാറുണ്ട്. കൂട്ടമായിട്ട് ഇതുവരെ കണ്ടിട്ടുമില്ല. മറ്റ് മാനുകളെ പോലെയല്ല, ഇവർ നമ്മളുടെ സാമീപ്യം മനസ്സിലാക്കിയാൽ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കില്ല. ഓടി കാട്ടിലേക്ക് മറയാറാണ് പതിവ്. കണ്ടു കണ്ടു കണ്ടു. തേക്കടയിൽ ബോട്ടിംഗ് നടത്തുന്ന ബോട്ടുകളാണ് പോകുന്നത്. മഴ പിന്നെയും ശക്തമായി. അതുകൊണ്ട് തന്നെ തിരിച്ച് ക്യാമ്പിലേക്കുള്ള നടപ്പ് തുടങ്ങി. ക്യാമറയൊക്കെ സേഫാക്കി കോട്ടിൻ്റെ ഉള്ളിലാക്കി. മഴ വീണ്ടും കൂടി കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനി ക്യാമ്പിലെത്തുക, അതാണ് ലക്ഷ്യം. ഹാരിസിന്റെ തുഴച്ചിലുണ്ട്. എന്നാ ഉത്സാഹത്തോടെയാന്ന് നോക്കി. അതിന് വേറൊന്നുമല്ല, നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന കുയിൽമീൻ വറുത്ത് വെച്ചിട്ടുണ്ടാവും. അത് കഴിക്കാനുള്ള ഒരു ഉത്സാഹമാണ് അവനെ കാണുന്നത്. മഴ കൂടുതലായതുകൊണ്ട് തന്നെ വന്നിട്ട് എല്ലാവരും കാലൊക്കെ ഉണക്കി തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞത്തെ ട്രെക്കിങ്ങിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. ഇനി കുയിൽമീൻ ഫ്രൈയും കറിയും ഒക്കെ കൂട്ടി ചോറ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് മഴയെ ആസ്വദിച്ച് കാട്ടിലിങ്ങനെ ഇരിക്കുക. രാത്രിയായി. നമ്മുടെ രാത്രിയിലെ ഭക്ഷണം റെഡിയായി. ചപ്പാത്തി, ചോറ്, കുയിൽമീൻ ഫ്രൈ, കറി, പിന്നെ സ്പെഷ്യൽ തലക്കറി. ഇതെല്ലാമായിട്ട് ഒരു അടിപൊളി ഡിന്നർ. രാവിലെയും നല്ല മഴ തന്നെയായിരുന്നു. മഴ കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ മഞ്ഞ് പൊങ്ങുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഉപ്പുമാവ്, പഴം, പഞ്ചസാര, പിന്നെ പൈനാപ്പിൾ. 2 ദിവസം നമ്മൾ താമസിച്ച 2 രാത്രി കിടന്നുറങ്ങിയ ടെൻറ്റുകളാണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് നമുക്കിവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. ഇന്നിപ്പം സെക്കൻഡ് ഡേ മോർണിംഗ്, സെക്കൻഡ് ഡേ അല്ല ശരിക്കും പറഞ്ഞാൽ 3rd ഡേ മോർണിംഗ്. തിങ്കളാഴ്ച രാവിലെയാണ്. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ മഴ, കാട്, മഞ്ഞ്, തണുപ്പ്. എങ്ങനെ ഉണ്ടായിരുന്നടാ? സൈറ്റിങ്സിന്റെ കാര്യത്തിൽ മഴ കൊണ്ടുപോയി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സൈറ്റിങ്സ് കിട്ടിയില്ലെങ്കിലും നഷ്ടമില്ല. നഷ്ടബോധമില്ലല്ലോ, ഒരിക്കലും നഷ്ടബോധമൊന്നുമില്ല. കാര്യം അതുപോലത്തെ ഒരു ഫീലാണ്. രാത്രി ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്നതാണ്. അത്രയും കാറ്റും മഴയായിരുന്നു, ഹെവി. ഈ ഇന്നലെ ആദ്യം ട്രെഞ്ച് കാണിച്ചപ്പം അതിലൊട്ടും വെള്ളമില്ല. ഇപ്പോൾ കണ്ടോ വെള്ളം കിടക്കുന്നത്. അതുപോലെ തന്നെ ഡാമിൽ വെള്ളം, വാട്ടർ ലെവൽ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ ഹോസ്പിറ്റാലിറ്റി, അവരുടെ കെയർ, അവരുടെ ഗൈഡൻസ് എല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങളൊപ്പം സ്റ്റേ ചെയ്ത നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ഭാഗ്യമായിരുന്നു. ഞങ്ങൾക്ക് ഇതേപോലെ ഒരു നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ, ഒപ്പം താമസിക്കാൻ. ഇനിയും PTR പ്രോഗ്രാംസിന് പങ്കെടുക്കുമോ? ഞങ്ങൾ ഈ ടൈഗർ ട്രെയിനിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി വന്ന് കൂടുതൽ ആനിമൽ സൈറ്റിൽ കാണുന്നതാണ്. ചേട്ടൻ, റഘുവൻ ചേട്ടൻ, സൂര്യൻ ചേട്ടൻ, കോശിച്ചായൻ, ജിതിൻ, കൃഷ്ണ, അനീഷ്, നോബിൾ സാറ്, നിതിൻ, വിവിൻ. അപ്പോൾ ബാക്ക് ടു സദാനന്ദ്. ഓക്കെ, അപ്പോൾ കഥകൾ ഇനിയുണ്ട് അല്ലേ? ഇനിയുണ്ട് നെക്സ്റ്റ് ട്രിപ്പിൽ, അടുത്ത കഥകൾ, ബാക്കി കഥകൾ. ഇതാണ് ഇവരുടെ നേതാവ് കോശിച്ചായൻ. പഞ്ചായത്ത് മെമ്പറായിരുന്നു 10 വർഷം, 2 തവണ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇവരുടെ ചെയർമാൻ അല്ലേ നിങ്ങളുടെ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം കോശിച്ചായൻ, ഇവരുടെ നേതാവ്. അപ്പോൾ ഇവരാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ സക്സസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. 2 ടീമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കഥകളൊക്കെ കുറേ കേട്ടില്ലേ? കഥകൾ കേൾക്കാൻ ഇനിയും വരും. കഥകൾ തീരുന്നില്ല. അതുപോലെ തന്നെ യാത്രകൾ അവസാനിക്കുന്നില്ല. അടുത്ത യാത്രയായിട്ട് വീണ്ടും കാണാം.